ഹായ്, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ചാമ്പ്യൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ആയിരുന്നു ഫസ്റ്റ് മാച്ച്. ഫസ്റ്റ് മാച്ചിൻ്റെ ഒരു ടോട്ടൽ റിവ്യൂ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇംഗ്ലണ്ടാണ് ബാറ്റിംഗ് ആരംഭിച്ചത്. ക്യാപ്റ്റൻ പീറ്റേഴ്സണും മസ്റ്റർഡും വിക്കറ്റ് കീപ്പറും കൂടെയാണ് ഇന്നിംഗ്സ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ അവർക്ക് ബാറ്റ്സ്മാനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ക്യാപ്റ്റൻ 4 റൺസിന് കുൽക്കർണിയുടെ ബോളിൽ ഔട്ടാവുകയും മസ്റ്റർഡ് 13 റൺസിന് ഹർഭജൻ്റെ ബോളിൽ ഔട്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇറങ്ങിയ ബെൽ 44 പന്തിൽ 52 റൺസ് എടുത്ത് നോട്ട് ഔട്ടായിരുന്നു. ബോപ്പാറ 10 റൺസ് എടുക്കുകയും സമിത് പട്ടേൽ 51 റൺസ് എടുക്കുകയും ചെയ്തു. 25 പന്തിൽ ആണ് 51 റൺസ് എടുത്തത്. 3 6ഉം 5 4 അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു. ഒയാസിസ് വന്നിട്ട് 23 റൺസാണ് എടുത്തത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഹർഭജൻ സിംഗ്, കുൽക്കർണി, വിനയ് കുമാറുമാണ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത്. അങ്ങനെ 165 റൺസിന് 20 ഓവറിൽ 165 റൺസാണ് ഇംഗ്ലണ്ട് നേടിയത്. ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ റോബിൻ ഉത്തപ്പയും ഓജയും കൂടെയാണ് ഇന്നിംഗ്സ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരും നല്ല തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. 32 പന്തിൽ 50 റൺസോടെ റോബിൻ ഉത്തപ്പ സ്കോട്ട്ഫീൽഡിന് വിക്കറ്റ് നൽകി. എന്നാൽ നമൻ ഓജ വന്നിട്ട് ബോപ്പാറയ്ക്ക് വിക്കറ്റ് നൽകുകയാണ് ചെയ്തത്. 20 പന്തിൽ 25 റൺസാണ് നേടിയത്. സുരേഷ് റെയ്ന 17 പന്തിൽ 16 റൺസാണ് നേടിയത്. യുവരാജ് സിംഗിന് ഫോം കണ്ടെത്താൻ സാധിച്ചില്ല, 2 റൺസിന് ഔട്ടാവുകയായിരുന്നു. അതുപോലെ തന്നെ സിംഗ് വന്നിട്ട് 33 റൺസും ഇർഫാൻ പത്താൻ 22 റൺസുമാണ് നേടിയത്. യൂസഫ് പത്താൻ 5 റൺസും വിനയ് കുമാർ റൺസ് ഒന്നും നേടിയില്ല, റണ്ണൗട്ട് ആവുകയായിരുന്നു. ഹർഭജൻ സിംഗ് 1 പന്തിൽ 6 റൺസ് നേടുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യ 166 എന്നുള്ള വിജയലക്ഷ്യം പൂർത്തീകരിച്ചു. 7 വിക്കറ്റിൽ 19 റൺസിലാണ് വിജയലക്ഷ്യം നേടിയത്. അങ്ങനെ ഇന്ത്യ ആദ്യത്തെ മാച്ച് ഇംഗ്ലണ്ടിനോട് ജയിക്കുകയുണ്ടായി. രണ്ടാമത്തെ മാച്ച് നടന്നത് ഓസ്ട്രേലിയയും പാകിസ്ഥാനുമായിട്ടായിരുന്നു. സെക്കൻഡ് മാച്ച് നടന്നത്. അതിൽ ഓസ്ട്രേലിയയാണ് ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. ഓസ്ട്രേലിയ മാർഷും ഫിഞ്ചും കൂടെയാണ് ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. മാർഷ് 16 റൺസ് എടുക്കുകയും ഫിഞ്ച് 68 റൺസ് എടുക്കുകയും ചെയ്തു. എന്നാൽ ഡങ്കി 27 റൺസും ഫെർഗുസൺ 26 റൺസുമാണ് നേടിയത്. ഫെർഗുസൺ 26 റൺസ് എടുത്ത് ഔട്ടാവുകയാണ് നിന്നത്. ക്രിസ്ത്യൻ 9 റൺസ്, കട്ടിങ് 2 റൺസ്, പെയിൻ ഡക്ക് ഔട്ട്, നെയിൽ വന്നിട്ട് 25 റൺസ് നേടി. അങ്ങനെ 20 ഓവേഴ്സിൽ 189 റൺസാണ് ഓസ്ട്രേലിയ നേടാൻ സാധിച്ചത്. ഓസ്ട്രേലിയയുടെ 7 വിക്കറ്റുകളായിരുന്നു നഷ്ടമായത്. പാകിസ്ഥാന് വേണ്ടിയിട്ട് അജ്മലും ഷോയബ് മാലിക്കും ഒക്കെയാണ് വിക്കറ്റ് നേടിയത്. അഫ്രീദി 2 വിക്കറ്റും അതുപോലെ തന്നെ ഷോയബ് മാലിക് 2 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാൻ എന്ന് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ ശക്തമല്ലായിരുന്നെങ്കിൽ പോലും ഷർജീൽ ഖാൻ 17 റൺസും കമ്രാൻ അക്മൽ 4 റൺസുമാണ് നേടിയത്. രണ്ടുപേരുടെയും വിക്കറ്റ് ബ്രെഡ്ലിയാണ് എടുത്തത്. ഷോയബ് മസ്തൂഖ് വന്നിട്ട് 11 പന്തിൽ 21 റൺസ് നേടി. കോർട്ടനയിലാണ് വിക്കറ്റ് എടുത്തത്. ഷോയബ് മാലിക്കിൻ്റെയും കോർട്ടനയിലാണ് വിക്കറ്റ് എടുത്തത്. 17 പന്തിൽ 23 റൺസാണ് നേടിയത്. ക്യാപ്റ്റനായ യൂനിസ് ഖാൻ 41 പന്തിൽ 63 റൺസ് നേടി അവരുടെ ഒരു വിജയലക്ഷ്യത്തിൽ എത്തിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. നിസാബുൽ ഹക്കും 30 പന്തിൽ 46 റൺസ് നേടുകയുണ്ടായി. സെയ്ദ് അഫ്രീദി 5 പന്തിൽ 11 റൺസ് നേടി. അങ്ങനെ 19.4 ഓവറുകളിൽ 191 റൺസ് എന്ന വിജയലക്ഷ്യം കരസ്ഥമാക്കി പാകിസ്ഥാൻ വിജയിക്കുകയായിരുന്നു. 5 വിക്കറ്റിൻ്റെ വിജയമായിരുന്നു പാകിസ്ഥാൻ. അങ്ങനെ ആദ്യ 2 മത്സരങ്ങൾ ഇന്നലെ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാച്ചിൽ ഇന്ത്യയും രണ്ടാമത്തെ മാച്ചിൽ പാകിസ്ഥാനും വിജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ഇന്നും 2 മാച്ചുകളാണുള്ളത്. സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടും അതുപോലെ തന്നെ പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസുമാണ് ഇന്നത്തെ നടക്കുന്ന 2 മാച്ചുകൾ. വൈകിട്ട് 5 മണിക്കും നൈറ്റിൽ 9 മണിക്കുമായിരിക്കും മാച്ചുകൾ നടക്കുക.